എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് താജ് ജീവിക്ക ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. താജ് ജീവിക്ക നമുക്ക് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു ടാറ്റ ഗ്രൂപ്പായിട്ട് വെഞ്ചറായിട്ടുള്ള കമ്പനിയാണത്. ടാറ്റ ഗ്രൂപ്പ്, ഇന്ത്യൻ ഹോട്ടൽസ്, അതുകൂടാതെ ഹൈദരാബാദ് ബേസ്ഡായ ജീവിക്ക ഗ്രൂപ്പ്, ഇതിൻ്റെ ഒരു മൂന്നിൻ്റെയും കൂടി ഒരു ജോയിൻ വെഞ്ചറായ ഒരു കമ്പനിയാണ് താജ് ജീവിക്ക ഹോട്ടൽ. നമുക്ക് താജ് ജീവിക്ക ഹോട്ടലിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് 1961 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നടക്കുന്നത് 313 രൂപയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. സ്റ്റോക്ക് പി 31 സ്റ്റോക്ക് പി. ROC 21.8%, ROE 18.4%. നല്ലൊരു എബവ് ഫണ്ടമെൻ്റലി നോക്കുമ്പോൾ എബവ് ഒരു ആവറേജിൽ മുകളിൽ വാല്യുവേഷനുള്ള ഒരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നോക്കിയാൽ പിന്നെ അതുകൂടാതെ കമ്പനി ഡെബിറ്റ് ഫ്രീ കമ്പനിയാണ്. അതായത് കടം കമ്പനിക്ക് ഒട്ടുമില്ല. അതുകൊണ്ട് ക്വാർട്ടറിലെ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ സമീപകാലത്ത് ഒരു 10 ക്വാർട്ടറിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം സെയില് അല്ലെങ്കിൽ അതിൻ്റെ വരുമാനം അറ്റാദായം ഏകദേശം ഈ ലാസ്റ്റ് ക്വാർട്ടറിലാണ് നല്ല രീതിയിൽ അറ്റാദായം ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ക്വാർട്ടറിൽ, അതായത് ഡിസംബർ 22 ക്വാർട്ടറിൽ 17 കോടി പ്രോഫിറ്റ് ഉണ്ടായത് ഈ പ്രാവശ്യം അത് 24 ജമ്പ് ചെയ്തിട്ടുണ്ട് ഈ ക്വാർട്ടറിൽ. അവിടെ തൊട്ട് മുന്നത്തെ ക്വാർട്ടറിൽ, അതായത് സെപ്റ്റംബർ 23 ക്വാർട്ടറായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴും ഏകദേശം ഇരട്ടിയിൽ കൂടുതൽ പ്രോഫിറ്റ് ഈ ക്വാർട്ടറിൽ നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഏകദേശം 75% ഷെയർസ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലി എബവ് ആവറേജ് ആണ്. ഒരു നല്ല തർക്കേടില്ലാത്ത ഒരു ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ ഇതിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ എൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ ആണ്. താജ് ജീവിക്കയുടെ ഇൻട്രാഡേ ചാർട്ട്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് കമ്പനി മുകളിലേക്ക് പോയി നിൽക്കണം. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഒരു കൺസോളിഡേഷൻ ഏരിയ ആണ് ഇവിടെ ഇത്ര നാൾ നടന്നത്. ഒരു 8 മാസത്തിൻ്റെ അടുത്ത് ഒരു കൺസോളിഡേഷൻ ഏരിയ ആണ്. ആ ഏരിയ ആണ് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും വ്യക്തമായ വോളിയവും ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സമീപകാലങ്ങളിൽ. അതായത് ഒരു മാസം നല്ല വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ അറിയാം വോളിയം അത്രയും ആയിട്ടില്ല. ഇവിടെ നല്ല വോളിയവും കൂടി ഉണ്ടായിട്ടില്ല. ഇത്രയുമാണ് നമുക്കൊരു ഇൻട്രാഡേ വ്യൂവിൽ നമുക്ക് കാണാനുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു റൗണ്ടിങ് ബോട്ടം ഇവിടെ വന്നിട്ടുണ്ടാവും. റൗണ്ട് പോലെ ബോട്ടം വന്ന് അതായത് ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയുമാണ് ഇൻട്രാഡേ വ്യൂവിൽ നമുക്ക് കാണാൻ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന വസ്തുതകൾ. ഇനി അടുത്ത് നമുക്ക് ഒരു വീക്കിലി വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. വീക്കിലി വ്യൂ നോക്കിയാലും നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസ് വിത്ത് വോളിയുള്ള ഒരു ക്യാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് നമുക്കൊരു കണ്ടീഷൻ നമ്പർ 1, നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ. അതുകൂടാതെ നമ്മൾ ഇൻട്രാഡേയിൽ കണ്ട പോലെ ഒരു റൗണ്ടിങ് ബോട്ടമാണ് ഇവിടെ വന്നിട്ടുള്ളത്. റൗണ്ടിങ് ബോട്ടം, അതായത് ആ റൗണ്ടിങ് ബോട്ടൻ്റെ ലോ വന്നിരിക്കുന്നത് ഏകദേശം 220 റേഞ്ചിലാണ്. ഇവിടെയാണ് നമുക്ക് ഒരു 220 റേഞ്ച്. ഇവിടെയാണ് നമുക്കൊരു വീക്കിലി നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു സപ്പോർട്ട് ഏരിയ. അപ്പോൾ നമ്മളൊരു ബൈ എൻട്രി എടുക്കുമ്പോൾ ഇവിടെയാണ് നമുക്കൊരു SLും വയ്ക്കേണ്ട ഒരു റേഞ്ച്. ഈ 220 റേഞ്ചിലാണ് SL. ആ 220ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും നമുക്കൊരു ലൈൻ ഇവിടെ വരച്ചു കൊടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ല. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ആ റെസിസ്റ്റൻസ് വന്ന് താഴെ വന്നിട്ട് ഇവിടെ റെസിസ്റ്റൻസ് ഇത് കയറിപ്പോയി. വീണ്ടും ഒരു ചെറിയ റീടെസ്റ്റ് വന്നു ആ പോയിന്റിൽ തന്നെ. അതുകൊണ്ടാണ് വീണ്ടും കയറിപ്പോയിട്ട് വീണ്ടും ആ 220, 218 ആ റേഞ്ചിൽ ഒരു റൗണ്ടിങ് ബോട്ടം സംഭവിച്ചിട്ട് കയറിപ്പോയി. അപ്പോൾ 1, 2 പിന്നെ കുറച്ച് നാൾ ഇവിടെ ഈ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 220 നല്ലൊരു സപ്പോർട്ടാണ് ഇവിടെ ഉള്ളത്. 220
അതുകൂടാതെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈനും കൂടി വരച്ചു കൊടുത്താൽ ആ ട്രെൻഡ് ലൈനും കൂടി ഇത് സപ്പോർട്ട് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഭംഗിയോടുകൂടി ട്രെൻഡ് ലൈനെ ഓരോ പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടച്ച് ചെയ്തു, അതുകൂടാതെ ഇവിടെയും ടച്ച് ചെയ്ത് പോകുന്നു ആ ട്രെൻഡ് ലൈന്. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു വീക്കിലി വ്യൂ കിട്ടുന്നത്. ഇനി നമുക്ക് മന്ത്ലി വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. കൃത്യമായ സ്റ്റോപ്പ് ലോസ് നമ്മളെ ഇതിൽ വീക്കിലി നോക്കുമ്പോൾ 220 റേഞ്ചാണ്. മന്ത്ലി വ്യൂയിലും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മന്ത്ലി? നമുക്ക് നോക്കാം മന്ത്ലി എന്തൊക്കെയാണുള്ളത്. അതിന് മുമ്പ് ഇതൊക്കെ നമുക്ക് നമ്മൾ മുന്നേ വരച്ചതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, മന്ത്ലി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു ഇവിടെ. അതുകൂടാതെ ഇവിടെയും ഒരു റെസിസ്റ്റൻസ്. നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. നമുക്കിവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ട്രെൻഡ് ലൈൻ ഇവിടെ ബ്രേക്ക് ചെയ്തു. ഇവിടെ ഈ ട്രെൻഡ് ലൈൻ, ഈ ഗ്രീൻ ക്യാൻഡിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. കണ്ടോ, ഇവിടെ നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ച ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു ട്രെൻഡ് ലൈൻ, ഇവിടെ 2 പ്രാവശ്യം. അപ്പോൾ 2 പ്രാവശ്യം ടച്ച് ചെയ്ത ആ ട്രെൻഡ് ലൈനിനെ നമ്മൾ വരച്ചു. അതുകൂടാതെ നേരെ അത് റീടെസ്റ്റിൽ വന്നു, ആ ട്രെൻഡ് ലൈനിൻ്റെ അവിടെ ടച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ വീക്കിലി നോക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് 220 കണ്ടു. അതുകൂടാതെ ഇവിടെ മന്ത്ലി വ്യൂയിലും നമ്മൾ ഒരു 220 ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട്. അപ്പോൾ ആ 220 ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ആ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ മാറും ഈ ഷെയറിൻ്റെ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളെ ടേൺ തിരിച്ചിട്ട് നേരെ പോയി നിൽക്കുന്ന ഏരിയ ആണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഈ ചാർട്ട് ഒന്നും കൂടി നമുക്കൊന്ന് ചെറുതാക്കി നോക്കാണ്ട്. ഇപ്പോൾ ഈ ചെറുതാക്കി നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം പീരീഡ് നമുക്ക് കിട്ടി അല്ലേ. കുറച്ച് ഏകദേശം ഒരു 8, ഏകദേശം 2007, ഇത് 2006 ഇവിടെ വന്നിരിക്കുന്നത് 2006. അപ്പോൾ ഇത് 2024 ഇവിടെ വന്നിരിക്കുന്നത്. ഇത് 2006 മന്ത്ലി ചാർട്ടാണ്. ഇത് നോക്കണം, ശ്രദ്ധിക്കണം. ഇത് 2006 വർഷത്തെയാണ്. ഇവിടെ ഒരു ഹൈ രൂപാന്തരപ്പെട്ടത് 2006. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് 2000. അപ്പോൾ ഏകദേശം 18 വർഷത്തിന് ശേഷമാണ് ഈ റേഞ്ച് വരെ. 18 വർഷത്തിന് ശേഷമാണ് ഈ റേഞ്ച് വന്നത്. ഈ റേഞ്ച് എന്ന് പറയുന്നത് ഈ ബിഗ് റെസിസ്റ്റൻസ്, ഇവിടുത്തെ ഒരു ബിഗ് റെസിസ്റ്റൻസ് ഇവിടെ ടച്ച് ചെയ്ത റെസിസ്റ്റൻസ്, ഇവിടെ ഇത് ടച്ച് ചെയ്തു, ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി. പക്ഷെ അത് ഫാൾസ് ആയിരുന്നു, അത് കയറാനായിട്ട് സാധിച്ചില്ല. അതുകൂടാതെ വീണ്ടും അത് റീടെസ്റ്റിലേക്ക് വന്നു. നമ്മൾ പറഞ്ഞ റീടെസ്റ്റിൽ വന്നു. അതിനുശേഷമാണ് വീണ്ടും ഒരു കയറിപ്പോയത്. നമുക്ക് 220 കറക്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചുകൊണ്ട് ഇത് ലോങ് ടേമിലേക്ക് ഈ ഷെയർ നമുക്ക് വിടും. കാരണം 18 വർഷത്തിന് ശേഷം റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് കിട്ടിയ ഒരു ഷെയറാണിത്. ടാറ്റ ഗ്രൂപ്പ് വെഞ്ചേഴ്സ് ആണ്. നമ്മൾ ഫണ്ടമെൻ്റലി നോക്കിയപ്പോൾ നല്ല ആർഒയും നല്ല ROCയും ഉണ്ട്. അധികം PE അധികം കൂടിയിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഈ ഷെയറിൽ ഉണ്ട്. ഫണ്ടമെൻ്റൽ നോക്കുക, പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 74% ഷെയർസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഭാവിയിലേക്ക് നമുക്കൊരു മുതൽക്കൂട്ടിന് വേണ്ടിയിട്ട് ഈ ഷെയർ നമ്മളെ കയ്യിൽ കരുതാവുന്നതാണ്. പക്ഷേ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇവിടെ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. മന്ത്ലി ആയാലും വീക്കിലി ആയാലും നമ്മൾ നോക്കുമ്പോൾ ഈ റേഞ്ചിൽ കൃത്യമായി 220 SL നമ്മൾ പരിപാലിക്കും. കാരണം അവിടെ നിന്ന് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ മാറും. അതുകൊണ്ടാണ് ആ റേഞ്ച് നമ്മൾ പറയുന്നത്. അത് 2 or 3 നമ്മൾ വീക്കിലി നോക്കിയപ്പോഴും മന്ത്ലി ട്രെൻഡ് ലൈൻ വരച്ചപ്പോഴും നമുക്ക് ആ റേറ്റ് തന്നെയാണ് നമുക്കൊരു സപ്പോർട്ടായിട്ട് കിട്ടിയത്. നമ്മൾ ഇൻട്രാഡേ നോക്കുമ്പോഴും ഒരു റൗണ്ട് ഇമ്പോർട്ടൻ്റ് വന്ന ഏരിയ ആണ്. ആ റൗണ്ട് ഇമ്പോർട്ടൻ്റ് ഏരിയ ലോ ആണ് ഈ 220 എന്ന് പറയുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതൊരു മീഡിയം ടു ലോങ് ടേമിൽ വ്യൂലി നല്ല ഒരു ഷെയറായിട്ട് ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് താജ് GVK കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.